നമസ്തേ. മറുപടിയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി ഡോക്ടർ TN സരസുവാണ് മറുപടിയുടെ ഈ അധ്യായത്തിലെ അതിഥി. സരസു ടീച്ചർക്ക് ഒരു മുഖപുരയുടെ ആവശ്യമില്ല. പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്ന് പ്രിൻസിപ്പളായി വിരമിക്കുന്ന ദിവസം SFIക്കാർ കുഴിമാടം തീർത്ത് റീത്ത് വെച്ച് യാത്രയയപ്പ് നൽകിയ സരസു ടീച്ചർ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ഒരു സന്ദേശം നൽകുന്നുണ്ട്. സരസു ടീച്ചറെ മറുപടിയിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ടീച്ചർ സ്വാഗതം. നന്ദി. ടീച്ചർ എങ്ങനെ സ്ഥാനാർത്ഥിയായി, എന്തുകൊണ്ട് സ്ഥാനാർത്ഥിയായി? എങ്ങനെ സ്ഥാനാർത്ഥിയായി എന്നുള്ളതിന് എനിക്ക് ഉത്തരം പറയാൻ സാധിക്കില്ല. എന്നെ സ്ഥാനാർത്ഥിയാക്കിയെന്നുള്ള ഒരു ദിവസം ഞാൻ അറിയുന്നു. അത് മോദിജിയാണ് എന്നെ സ്ഥാനാർത്ഥിയാക്കിയതെന്നാണ് ഞാൻ അറിഞ്ഞ വിവരം. പിന്നെ എൻ്റെ അടുത്തൊരു ബയോഡേറ്റയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രസിഡന്റ് K. സുരേന്ദ്രൻ. അപ്പോൾ അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിയാകാമോ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ശരിയെന്നും പറഞ്ഞിരുന്നു. ഞാൻ ആമുഖത്ത് ചൂണ്ടിക്കാണിച്ച പോലെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ഒരു സന്ദേശം നൽകുന്നില്ല അല്ലേ? എന്താണ് ആ സന്ദേശം? സ്ഥാനാർത്ഥിത്വത്തിൽ കൂടി ഞാൻ തരുന്ന സന്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ഇന്ത്യയിലും പിന്നെ നമ്മുടെ കേരളത്തിലും ഇപ്പം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അതായിട്ടുള്ള ഒരുമാതിരി കൊലപാതകങ്ങൾ, രാഷ്ട്രീയ കൊലപാതകങ്ങൾ, മനുഷ്യരെല്ലാവരെയും ദാരിദ്ര്യത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്ന ഒരവസ്ഥയാണ്. പിന്നെ കോളേജുകളിൽ നടക്കുന്ന അക്രമ പ്രവർത്തനങ്ങൾ, പഠിക്കാൻ കുട്ടികളെ വിടാനായിട്ട് പേരൻസിന് ഭയമായിരിക്കുകയാണ്. ഇതേപോലെയുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് നമുക്ക്. നമ്മുടെ ഖജനാവിൽ ഒന്നുമില്ല. ഇവിടെ പെൻഷൻ കൊടുക്കാനില്ല, ശമ്പളം കൊടുക്കാനില്ല, ഒന്നുമില്ല. സാമൂഹ്യക്ഷേമ പെൻഷൻ പോലും കൊടുക്കാനായിട്ട് കാശില്ല. അപ്പം എങ്ങനെ ഈ ഒരു അവസ്ഥ മുൻപോട്ട് പോകുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ എന്തായി തീരുമെന്നുള്ളതാണ് ഒരു പ്രശ്നം. അപ്പം അതിനൊരു പരിഹാരം കാണാൻ എന്നെ അനുവദിക്കണം എന്നുള്ള ഒരു സന്ദേശമാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥ വളരെ മോശമായി തീരും. ഇപ്പൊ തന്നെ മോശമാണ്, നല്ലതാണെന്നല്ല ഞാൻ പറയുന്നത്. അതുകൊണ്ട് എൻ്റെ ഒരു സന്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മോദിജിക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾക്ക് ശക്തി കൊടുക്കുക. അതിന് ഇവിടെ മത്സരിക്കുന്ന എല്ലാ NDA സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു സബ്കാ സാത്ത് സബ്കാ വികാസ് അല്ലേ? സബ്കാ സാത്ത് സബ്കാ വികാസ്. മോദിജി ഫോണിൽ വിളിച്ചില്ലേ? തോന്നി? അയ്യോ, എന്നോട് സരസുജി സുഖമാണോ എന്ന് മലയാളത്തിലാണ് ചോദിച്ചേ. അത് കേട്ടപ്പോൾ ഞാൻ അങ്ങ് ആകെ എക്സൈറ്റഡ് ആയി. എനിക്ക് ആദ്യം ഞാൻ സംസാരിക്കാൻ പറ്റുമോ എന്നങ്ങട് ഒരു അങ്ങനത്തെ ഒരു എന്താന്ന് എനിക്കത് പറഞ്ഞ് ഫലിപ്പിക്കാൻ ഒരു ഭാഷയിലും സാധിക്കില്ല. ആദ്യം ഞാൻ പറഞ്ഞു എനിക്ക് ഇന്ന് ഒരു ബ്ലെസ്ഡ് ഡേ ആണ്. എന്റെ ജീവിതത്തിലെ ഒരാൾക്ക് മറക്കാൻ കഴിയുമോ? ഞാൻ ഒരു സാധാരണക്കാരിയായ ഒരാൾ, ഒരു രാഷ്ട്രീയ പ്രവർത്തകയല്ല, ആരുമല്ല. അങ്ങനെയുള്ള ഒരാളെ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വിളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പരം വേറെ ഇനി എന്താണ് എനിക്ക് വരാനുള്ള ഒരു ഭാഗ്യം എന്ന് പറയുന്നത്. അദ്ദേഹം അത് മാത്രമല്ല, അദ്ദേഹം പിന്നീട് പറഞ്ഞത് അദ്ദേഹമാണ് എന്നെ സെലക്ട് ചെയ്തത്. എന്റെ കഴിവിൽ വിശ്വാസമുണ്ട്. എന്നോട് ചോദിച്ചത് MB ആയിട്ട് വന്നിട്ട് എന്ത് ചെയ്യുമെന്നാണ് ചോദിച്ചത്, അല്ലാതെ MB ആകുമോ എന്നൊന്നും അല്ല ചോദിച്ചത്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ എന്റെ സർവീസിൽ ഇങ്ങനെ സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ ഞാൻ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട് എന്നൊക്കെയുള്ള അറിവൊക്കെ ഉണ്ടെന്നൊക്കെയാണ് എന്റെ അടുത്ത് അദ്ദേഹം പറഞ്ഞത്. നിങ്ങൾ എല്ലാവരും കേട്ടതാണ്. അദ്ദേഹം ഞാൻ സംഭാഷണം എല്ലാവരും കേട്ടതാണ്. NCC ഓഫീസറായിരുന്നു 22 കൊല്ലം. ടീച്ചർ ഏതിലാ PhD എടുത്തത്? ഞാൻ മറൈൻ ഫിഷറീസ് ആണ്. സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് കൊച്ചിയിൽ. അവിടെയാണ് റിസർച്ച് ചെയ്തത്. കൊച്ചി യൂണിവേഴ്സിറ്റിയാണ് ഡിഗ്രി തന്നിട്ടുള്ളത്. 88-ലാണ് എനിക്ക് PhD കിട്ടുന്നത്. 1988. അതായത് ഞാൻ PG കഴിഞ്ഞതിന് ശേഷം PhDക്ക് ചേരുകയാണ് ചെയ്തത്. അതും കഴിഞ്ഞിട്ടാണ് സർവീസിൽ കയറിയത്. പാലക്കാട് വിക്ടോറിയ കോളേജിൽ 25 വർഷം അല്ലേ? പാലക്കാട് വിക്ടോറിയ കോളേജിൽ 25 വർഷം അധ്യാപികയായിരുന്നു. 22 കൊല്ലം NCC ഓഫീസറായിരുന്നു. അതിനുശേഷം 2013 ഞാൻ കൊടുങ്ങല്ലൂർ KKTM കോളേജിലേക്ക് ട്രാൻസ്ഫർ വാങ്ങിച്ചു പോയി. അവിടെ വീടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കുമ്പോൾ അവിടെ ഒരു 1.5 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പ്രിൻസിപ്പൽ പ്രൊമോഷൻ ആയത്. അവിടെ തന്നെ എനിക്ക് പ്രിൻസിപ്പലായിട്ട് ഇരിക്കാമായിരുന്നു. പക്ഷെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു പ്രിൻസിപ്പലായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് അവിടെ കിട്ടിക്കഴിഞ്ഞാൽ പുള്ളിക്ക് ട്രാൻസ്ഫർ ആവും. പുള്ളിക്ക് കുറച്ച് ഫാമിലി പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരാളായിരുന്നു. വൈഫിന് സുഖമില്ലാത്ത ഒരാളൊക്കെ ആയിരുന്നു. അപ്പം അങ്ങനെ വിട്ടിട്ട് പോകാൻ പുള്ളിക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ പുള്ളിക്ക് വേണ്ടി ഞാൻ അവിടെ നിന്ന് മാറിക്കൊടുത്തു. ഞാൻ തൃത്താല ഒരു പുതിയ സർക്കാർ കോളേജ് വന്നിട്ടുണ്ടായിരുന്നു. ആ സർക്കാർ കോളേജിലേക്ക് ഞാൻ പ്രിൻസിപ്പലായിട്ട് ഞാനായിരുന്നു അതിൻ്റെ ഫസ്റ്റ് പ്രിൻസിപ്പൽ. അപ്പോൾ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് പിന്നെ ചെറിയ ക്വാർട്ടേഴ്സ് പോലത്തെ കുറച്ച് ബിൽഡിംഗ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്.
തൃത്താലയിൽ. അപ്പോൾ അവിടെയാണ് കോളേജ് ഫംഗ്ഷൻ ചെയ്തിരുന്നത്. ഒരു 350ഓളം കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. വിക്ടോറിയ കോളേജിലെ 4 നൂറ്റാണ്ട് കാലത്തെ സേവനം. പക്ഷേ അവിടുത്തെ SFI വിദ്യാർത്ഥികൾക്ക് അതുപോലെ AKGCTEയുടെ അധ്യാപകർക്ക് എന്തുകൊണ്ടാണ് ടീച്ചറെടുത്ത് ഇത്രയും വലിയ വിരോധം ഉണ്ടാവാൻ കാരണം? ഞാൻ 25 കൊല്ലം അവിടുത്തെ അധ്യാപികയായിരുന്നല്ലോ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന AKGC, ഞാൻ ആദ്യം AKGCയുടെ മെമ്പർ തന്നെയായിരുന്നു. പിന്നെ അത് ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഒരു CPM പശ്ചാത്തലത്തിൽ നിന്നാണ് വരുന്നത് അല്ലേ? CPM പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനൊക്കെ CPM ആയിരുന്നു. എൻ്റെ നാട്ടില് അന്നൊക്കെ CPM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശുണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു പാർട്ടി ആയിരുന്നില്ല. ഇന്നത്തേതുപോലെ അന്ന് തട്ടിച്ച് കാശുണ്ടാക്കുന്ന പരിപാടി ആയിരുന്നില്ല CPMന്റേത്. ഇന്ന് കൊള്ളയാണ്. ഇന്ന് അവർക്കെടുക്കാനേ കാശുള്ളൂ. ഇങ്ങനെ ഒരു വിദ്വേഷത്തിന് കാരണം എന്താണ്? അതായത് വിരമിക്കുന്ന ദിവസം അല്ലേ? അതെ, ആ ദിവസം ഒന്നാമത് വേദന ഉണ്ടാവും. ഇത്രയും കാലത്തെ അധ്യാപക ജീവിതത്തിന്റെ ഒടുവിൽ അല്ലേ തിരിച്ചു പോകുന്നു. ആ ഒരു വേദനയിൽ മുഴുകി നിൽക്കുന്ന ഒരു സമയത്ത് കാണുന്നത് ഇതാണ്, കുഴിമാടം റീത്തു വെച്ചിരിക്കുന്നത്. എന്താണ്, അതായത് ഒരു ഏകാധിപതിയായിരുന്നു വിക്ടോറിയ കോളേജില്. അങ്ങനെ ഒരു ലേബലിലായിരുന്നല്ലോ SFIക്കാർ മുദ്ര കുത്തിയത്. അത് SFIക്കാർ മുദ്ര കുത്തിയതല്ലേ? സത്യമാണെന്നുണ്ടോ? അവരങ്ങനെ ആരെപ്പറ്റി എന്തെല്ലാം പറയുന്നു. ഇത് വിക്ടോറിയ കോളേജിലത്തെ മാത്രം പ്രശ്നമല്ല. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാടൻ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ തിന്നുവോ ഇല്ല തീറ്റിക്കോ ഇല്ല എന്ന് പറയത്തില്ലേ? തിന്നുവോ ഇല്ല തീറ്റിക്കോ ഇല്ല എന്നൊരു നാടൻ ചൊല്ലുണ്ട്. അതാണ് അവർ ചെയ്യുന്നത്. അതായത് SFIക്കാർ മാത്രമല്ല, അവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് അധ്യാപകരുമുണ്ട്. ഈ പറഞ്ഞ AKGCTയിൽ പെട്ട കുറെ അധ്യാപകരുമുണ്ട്. അവർ തമ്മിലൊരു പരസ്പര സഹായ സംഘമാണെന്നാണ് നമുക്ക് പറയാം. ഇവർക്ക് വേണ്ടിയിട്ടുള്ള അധ്യാപകർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ കുറെ ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. ഇവർക്ക് വേണ്ട സഹായങ്ങൾ ഇവർ ചെയ്തു കൊടുക്കുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പരസ്പര പൂരകമായിട്ടുള്ള ചോറ് വാരിപ്പിക്കുന്നത്. അതുപോലെയുള്ള ഒരു കാര്യമാണ്. പിന്നെ ഈ 25 കൊല്ലം ഞാൻ അവിടെ ആയിരിക്കുമ്പോൾ, ഞാൻ NCCയുടെ ഓഫീസറായിരുന്നുകൊണ്ട് ഞാൻ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള, കുറച്ച് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു അധ്യാപികയായിരുന്നു. അത് ഒരു പട്ടാള ഇതും കൂടെ ഉണ്ടല്ലോ, പട്ടാളം സരസു എന്നായിരുന്നു എന്നെ വിളിക്കുന്നത് കോളേജിലെ പിള്ളേരൊക്കെ. എന്റെ കേക്കലല്ല, അതായിരുന്നു എന്റെ പേര്. അപ്പോൾ അതിലെനിക്ക് അഭിമാനം മാത്രമേ തോന്നിയിട്ടുള്ളൂ. ഞാൻ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു അധ്യാപികയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാമായിരുന്നു, കുട്ടികൾക്കും അറിയാമായിരുന്നു, അവിടുത്തെ അധ്യാപകർക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമായിരുന്നു. അതായത് ഞാൻ വന്ന് ഒരാഴ്ചക്കുള്ളിലാണ് എന്നെ NCC ഓഫീസറാക്കുന്നത്. ഞാൻ കോളേജിൽ ജോയിൻ ചെയ്ത് ഒരാഴ്ചക്കുള്ളിൽ എന്നെ NCC ഓഫീസറാക്കി. ഒരു കൊല്ലം ആയപ്പോഴത്തേക്ക് എനിക്ക് ട്രെയിനിങ്ങിന് ഗ്വാളിയറിൽ WOTS എന്ന് പറഞ്ഞ സ്ഥാപനമുണ്ട്, വിമൻ ഓഫീസേഴ്സ് ട്രെയിനിങ് സ്കൂൾ. അവിടെയാണ് നമ്മൾ ട്രെയിനിങ്ങിന് പോകുന്നത്. പട്ടാളക്കാർ വന്നിട്ടാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഞങ്ങൾ സ്ത്രീകളായിട്ടുള്ള സ്കൂളിലെ ടീച്ചേഴ്സ്, കോളേജിലെ ടീച്ചേഴ്സ് ഒക്കെ സ്ത്രീകൾക്ക് മാത്രമുള്ളത്. അത് അവിടെയാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ പോകുന്നത്. 3 മാസമാണ് പ്രീ കമ്മീഷൻ കോഴ്സ് എന്ന് പറയുന്നത്, ശരിക്കും പട്ടാള ട്രെയിനിങ് തന്നെ. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് റാങ്ക് കിട്ടുന്നത്. അപ്പം എനിക്ക് അന്നത്തെ കാലത്തുള്ള ഫൈനൽ റാങ്ക് എന്ന് പറഞ്ഞാൽ മേജർ വരെയാണ്. അപ്പോൾ അത് ഓരോ പ്രൊമോഷൻ വരുമ്പോഴും ഓരോ മാസത്തെ ട്രെയിനിങ്ങിന് പോകണം നമ്മൾ. അതിന് ശേഷമാണ് നമുക്ക് റാങ്ക് കിട്ടുക. അങ്ങനെ ഇപ്പം ഇതെല്ലാം ഉള്ളത് കൊണ്ട് ഞാൻ ഒരു വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള, സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു അധ്യാപികയായിരുന്നു. പക്ഷെ ഞാൻ സ്ട്രിക്റ്റ് ആയിട്ടുള്ളതും ഡിസിപ്ലിൻ ആയിട്ടുള്ളതും ഒക്കെ എൻ്റെ കുടുംബത്തേക്ക് എനിക്ക് ശമ്പളം കിട്ടും. ഞാൻ പഠിപ്പിക്കാതിരുന്നാലും ശമ്പളം കിട്ടും, ഒന്നും ചെയ്യാതിരുന്നാലും കിട്ടും. പക്ഷെ ഞാൻ അങ്ങനെയല്ല. എനിക്ക് ചെയ്യേണ്ട കടമകൾ ഞാൻ കൃത്യമായിട്ട് ചെയ്ത് തന്നെ പോയ ഒരു അധ്യാപികയാണ്. അപ്പം എൻ്റെ കുട്ടികൾ നല്ല രീതിയിൽ പഠിച്ച് നല്ല പോലെ വരണമെന്നുള്ള ഒരു ഇത് മാത്രമാണ് എനിക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ അവരെ വഴക്ക് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ആ വഴക്ക് പറയുന്ന, ഇപ്പോൾ ഒരു ക്ലാസ്സിലൊരു 30 പേരുണ്ടെന്നുണ്ട്. പ്രീ ഡിഗ്രി ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് 80-85 കുട്ടികളൊക്കെ ആയിരുന്നു ഒരു ക്ലാസ്സിലുണ്ടായിരുന്നത്. അപ്പം എൻ്റെ ഒരു അനുഭവത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ വഴക്ക് പറയുന്ന ഒരു കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ മനസ്സിൽ സ്നേഹമുള്ള ഒരു കുട്ടിയാണ് ഞാൻ വഴക്ക് പറയാറുള്ളത്. അല്ലാത്ത ആളോടെ ഞാൻ ഒന്നും പറയത്തില്ല. അവരെന്ത് ചെയ്താലും എനിക്കൊരു വിഷയവുമില്ല. അപ്പം ചില കുട്ടികൾ, ഞാൻ വഴക്ക് പറയാത്ത കുട്ടികൾ, അത് അവരോട് സ്നേഹമില്ലാഞ്ഞിട്ടൊന്നും അല്ല, അവരതിനുള്ള അവസരം ഉണ്ടാക്കാത്തത് കൊണ്ട്. പക്ഷെ അവർ വിചാരിക്കുന്നത് എനിക്ക് അവരോട് സ്നേഹമില്ലാത്തതുകൊണ്ടാണെന്നാണ്. എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു വഴക്ക് പറയുമോ എന്നെ എന്നോട് ചോദിച്ചിട്ടുള്ള കുട്ടികളുണ്ട്. അപ്പം അതേപോലെ എന്നെ സംബന്ധിച്ചിടത്തോളം അവർ നന്നാവണം, അത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങനെ പ്രവർത്തിച്ച ഒരാളാണ്. അപ്പൊ SFI വിദ്യാർത്ഥികൾ തെറ്റിദ്ധരിച്ചു. അല്ല, SFI വിദ്യാർത്ഥികൾ അങ്ങനെയുള്ള ഒരാളായിരുന്നു ഞാൻ. ഞാൻ പറയാൻ വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് അവിടുത്തെ അധ്യാപകർക്കും അറിയാലോ, ഞാൻ കുറച്ച് സ്ട്രിക്റ്റ് ആണെന്നും ഞാൻ കാര്യങ്ങൾ നേരെ ചൊവ്വേ കൊണ്ടുപോകുന്ന ഒരാളാണെന്നും അവർക്കറിയാം.
പിന്നെ NCC എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഒരുപാട് സാമൂഹ്യ സേവനങ്ങൾ നടത്തിയിട്ടുണ്ട്. കോളേജിന് വേണ്ടിയിട്ട് പിന്നെ ഓരോ സമയത്ത് നമ്മളിപ്പോൾ മഴക്കാലം വരുന്നു, അപ്പൊ ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ കമ്മ്യൂണിക്കബിൾ ഡിസീസിന് എന്തൊക്കെ ചെയ്യണം, ഒരു ക്ലാസ് എല്ലാവർക്കും ഒരാളെ വിളിച്ചുകൊണ്ട് നിൽക്കും. അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്യുമായിരുന്നു. ഇതൊന്നും എൻ്റെ അടുത്ത് ആരും പറഞ്ഞിട്ടൊന്നുമല്ല. എനിക്ക് ഒരു അവാർഡ് പോലും കിട്ടിയിട്ടുള്ളതാണ്. അതായത് 2006 അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന അച്യുതാനന്ദൻ ആണ് ആ അവാർഡ് എനിക്ക് തന്നിട്ടുള്ളത് തിരുവനന്തപുരത്ത് വെച്ചിട്ട്. അപ്പൊ ഞാനിങ്ങനെ അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളും കൂടിയായിരുന്നു. അപ്പോൾ എനിക്ക് പ്രിൻസിപ്പൽ പ്രൊമോഷനായി രണ്ടാമത്തെ പ്രൊമോഷൻ വന്ന് വിക്ടോറിയയിലെ പോലെയുള്ള 7 ഫസ്റ്റ് ഗ്രേഡ് കോളേജാണുള്ളത്. അത് നമുക്ക് ആദ്യം ഒരു സെക്കൻഡ് ഗ്രേഡ് കോളേജിലേക്കാണ് ഫസ്റ്റ് പ്രൊമോഷൻ കിട്ടുക. അതിനുശേഷമാണ് നമുക്ക് ഫസ്റ്റ് ഗ്രേഡ് കോളേജിലേക്ക് കിട്ടുക. അത് 7 ഫസ്റ്റ് ഗ്രേഡ് കോളേജാണുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2-3 കോളേജിൽ ഒന്നാണ് വിക്ടോറിയ എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും എനിക്ക് ആ പ്രൊമോഷൻ ആയ സമയത്ത് എനിക്ക് അന്നത്തെ പിന്നെ ഉമ്മൻചാണ്ടി സർക്കാർ തരാനിരുന്നത് മഹാരാജാസ് കോളേജിലേക്കായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് 60 ദിവസമായിട്ട് മഹാരാജാസ് കോളേജ് ഓട്ടോണോമസ് ആക്കുന്ന ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഓട്ടോണോമസ് ആക്കുന്നതിനെതിരായിട്ട് അവിടുത്തെ SFIക്കാരും അവിടുത്തെ ഈ AKGCT അധ്യാപകരും സമരം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു 60 ദിവസമായിട്ട്. അത് ആരും അകത്തേക്ക് കയറ്റത്തില്ല. പിള്ളേരാകട്ടെ അധ്യാപകരാകട്ടെ പുറത്ത് വരാന്തയില് ഗേറ്റിനടുത്ത് റോഡിന്റെ സൈഡിൽ ആണ് അവർ വന്ന് അധ്യാപകർക്ക് ഒപ്പിട്ടിട്ട് പോകുന്നത്. അങ്ങനത്തെ ഒരു കാലമായിരുന്നു അവിടെ. അപ്പൊ ആ സമയത്ത് എന്നെ ആ കോളേജിലേക്ക് വിടാനാണ് സർക്കാർ തീരുമാനിച്ചിരുന്നത്. അപ്പോൾ എന്തോ ഒരു റിപ്പോർട്ട് അവർ പ്രിൻസിപ്പൽമാരെ പറ്റി എടുക്കുന്നുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ പക്ഷെ എനിക്ക് ആഗ്രഹം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വിക്ടോറിയയിൽ നിന്ന് റിട്ടയർ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ഞാൻ അവിടെ അത്രയും കാലം വർക്ക് ചെയ്ത ഒരു അധ്യാപിക, എന്റെ സ്വന്തം വീട് പോലെ കരുതിയിരുന്ന ഒരു സ്ഥലം, അവിടെ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എനിക്ക് അങ്ങോട്ട് തിരിച്ചു പോകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പം ഞാൻ കുറെ കത്തുകളൊക്കെ കോളേജ് വിദ്യാഭ്യാസ വകുപ്പിലേക്ക് എഴുതി എനിക്ക് അവിടുന്ന് റിട്ടയർ ചെയ്യണമെന്നാണ് ആഗ്രഹം, ഞാൻ ഇത്ര കാലം അവിടുത്തെ അധ്യാപികയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറെ കത്തുകളൊക്കെ എഴുതി. അങ്ങനെ കുറെ ബുദ്ധിമുട്ടിയിട്ടാണ് എനിക്ക് അവസാനം വിക്ടോറിയയിലേക്ക് തന്നെ തന്നത്. അപ്പൊ അങ്ങനെ എന്നിട്ട് അതിനിടയ്ക്ക് തന്നെ എന്നെ വിക്ടോറിയയിലേക്ക് വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ കുറെ ശ്രമിച്ചു, ഈ അധ്യാപകർ കുറെ ശ്രമിച്ചു. പക്ഷെ അന്ന് അവരുടെ സർക്കാർ അല്ലാതിരുന്നത് കൊണ്ട് അത് നടന്നില്ല. അപ്പൊ എനിക്ക് വിക്ടോറിയയിലേക്ക് കിട്ടി. ഞാൻ അവിടെ ചെന്നു. അപ്പൊ ജോയിൻ ചെയ്തപ്പോ തന്നെ അവർക്ക് മനസ്സിലായി അവരുടെ തട്ടിപ്പ് അവിടെ എന്റെ മുന്നിൽ നടക്കില്ല എന്ന് അവർക്കറിയായിരുന്നു. കാരണം ചിലരൊക്കെ അവരുടെ താളത്തിനനുസരിച്ച് തുള്ളുന്ന ഒരു പ്രിൻസിപ്പൾ അല്ല എന്നുള്ളത് അവർക്കറിയാമായിരുന്നു. അവിടെയാണ് പ്രശ്നം. അവരുടെ താളത്തിന് ഞാൻ തുള്ളിയിരുന്നെങ്കിൽ അപ്പൊ അവര് പറയുന്ന പോലെ അത് മാത്രം ചെയ്യുക, അങ്ങനെ മാത്രം ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമില്ലാതെ എനിക്ക് ഞാൻ താമര ചിഹ്നത്തിലാണല്ലോ മത്സരിക്കുന്നത്, വല്ല താമരപ്പൂവും തന്ന് എന്നെ വിട്ടിട്ടുണ്ടാവും അന്ന്. അല്ല, അത് മാത്രമല്ല, ഈ ഇടതുപക്ഷ അനുകൂല അധ്യാപക സംഘടനയിൽ പ്രവർത്തിച്ച ടീച്ചർ പിന്നെ പെട്ടെന്നൊരു വലതുപക്ഷ വ്യതിയാനം സംഭവിക്കുന്നു. ടീച്ചറുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള ഇടപെടലുകൾ, അതും ഇവരെ അലോസരപ്പെടുത്തിയിരുന്നോ? ഉണ്ടായിരിക്കണം. കാരണം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് നേരെ പോകുന്നുള്ള കാര്യത്തിൽ മാത്രമേ അങ്ങനെ എനിക്ക് അറിയുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാനത് അവരുടെ ചില കാര്യങ്ങൾ ഞാൻ തുറന്ന് കാട്ടി, അവരുടെ കള്ളത്തരങ്ങൾ ചിലത് ഞാൻ തുറന്നു കാട്ടി. ഞാൻ അധ്യാപികയായിരിക്കുന്ന സമയത്ത്. അതിനുശേഷം ഞാൻ ആ സംഘടനയിൽ നിന്ന് പുറത്തുപോയി. പക്ഷെ പിന്നെ കൊടുങ്ങല്ലൂർ ചെന്നപ്പോൾ ഞാൻ വീണ്ടും അതിൽ ജോയിൻ ചെയ്തായിരുന്നു. കൊടുങ്ങല്ലൂർ കോളേജിലായിരിക്കുമ്പോൾ വീണ്ടും ജോയിൻ ചെയ്തിരുന്നു. പിന്നെ നമ്മൾ പ്രിൻസിപ്പൽ ആകുമ്പോൾ നമ്മൾ ഇതിന്റെ മെമ്പർ അല്ലല്ലോ, ഇത് അധ്യാപകരുടെ സംഘടനയാണ്. പിന്നെ വിക്ടോറിയയിൽ ഞാൻ വന്നപ്പോൾ ഇവർക്ക് ഈ നേരത്തെ ഇത് അറിയാവുന്നത് കൊണ്ട്, എന്നെപ്പറ്റി അറിയാവുന്നത് കൊണ്ടാണ് എനിക്കെതിരെ അവര് ആദ്യം മുതലേ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങിയത്. അത് പിന്നെ അവര് പറയുന്ന പോലെ ചെയ്തിരുന്നെങ്കിൽ ഒരു കുഴപ്പവുമില്ല. പക്ഷെ അവര് പറയുന്ന പോലെ ചെയ്യാനല്ല ഞാൻ വളരെ ബുദ്ധിമുട്ടി അങ്ങോട്ട് ചെന്നത്. എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെയാണ് നിലപാടെന്ന് പറഞ്ഞാൽ. അവരുടെ നിലപാടൊന്നുമില്ല, അവർക്ക് പണിയെടുക്കാൻ വയ്യ, അത് തന്നെയാണ് അവരുടെ ഇത്. അവർക്ക് തോന്നിയ പോലെയൊക്കെ അവരുടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകണമെന്നുള്ള അല്ലാതെ വേറെ ഒന്നുമില്ല. എങ്ങനെ പണിയെടുക്കാതിരിക്കാമെന്നുള്ളതാണ്. പക്ഷെ ഞാൻ അങ്ങനത്തെ ഒരാളല്ലായിരുന്നു. അത് ഈ കുഴിമാടം തീർത്തത് എനിക്ക് തോന്നുന്നു ടീച്ചർ അവിടെ വന്നിറങ്ങിയ സമയത്തല്ലേ, അപ്പൊ കാണുകയായിരുന്നു. അതെ അതെ അതെ, കുഴിമാടം അവർ രാവിലെ തന്നെ ഉണ്ടാക്കി. വളരെ നേരത്തെ ഈ കുഴിമാടം കണ്ട ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് പക്ഷെ ഇത് എന്താ ഏതാന്നൊന്നും മനസ്സിലായിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ രാവിലെ കോളേജിലേക്ക് ഞാൻ റിട്ടയർ ചെയ്യുന്ന ദിവസമാണ്. ഒരു 9 മണിയാകുമ്പോഴത്തേക്കും ഞാൻ കോളേജിലെത്തും. അപ്പൊ അന്ന് ഹസ്ബൻഡ് വീട്ടിലുണ്ടായിരുന്നു. അപ്പൊ എന്നെ ഒന്ന് കോളേജിലേക്ക് കൊണ്ടുവിട്ടു വണ്ടിയിൽ. ഇങ്ങനെ വരുന്ന സമയത്ത് ഗേറ്റ് കടന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ മുറ്റത്ത് കുറച്ച് കുട്ടികൾ ഇങ്ങനെ കൂടി നിൽക്കുന്നു. വട്ടത്തിൽ കുറെ അധികം കുട്ടികൾ കൂടി നിൽക്കുന്നത് കാണുന്നുണ്ട്.
അപ്പൊ അതില് എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഞാനിങ്ങനെ വന്നപ്പോ അവിടെ വണ്ടി നിർത്തി എന്താന്ന് ചോദിച്ചു, ഒരു പയ്യനോട് ചോദിച്ചു എന്താ അവിടെ നിന്ന് ചോദിച്ചപ്പം അവനടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു അവിടെ ഒരു കുഴിമാടം ഉണ്ടാക്കിയിരിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു കുഴിമാടമോ, ആരുടെ കുഴിമാടം? അപ്പൊ അത് ടീച്ചറുടെ കുഴിമാടമാണെന്ന് പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പോൾ എനിക്ക് എന്തായിരിക്കും ഉണ്ടാകാൻ പറ്റുന്ന ഒരു, എൻ്റെ മനസ്സ് എങ്ങനെ ഇരിക്കുമെന്നുള്ളത് ഒന്ന് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് ചെയ്തു നോക്കൂ. ഞാൻ ഒന്നും പറഞ്ഞില്ല. ഹസ്ബൻഡ് പെട്ടെന്ന് എന്നെ അങ്ങ് കൊണ്ടുപോയി ഓഫീസിന്റെ അവിടേക്ക് കൊണ്ടുപോയി വണ്ടി ഇറക്കി. ഞാൻ ഓഫീസിലേക്ക് പോയി. വന്നു. അപ്പോഴത്തേക്ക് ആൾക്കാർ വന്നു, ടീച്ചേഴ്സൊക്കെ വന്നു. പിന്നെ ആരൊക്കെയോ പറഞ്ഞിട്ട് പോലീസ് വന്നു. പിന്നെ പത്രത്തിൽ നിന്ന് കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു പയ്യനെ, എൻ്റെ ഒരു വളരെ എനിക്ക് ആത്മാർത്ഥമായിട്ട് സ്നേഹം ഉണ്ടായിരുന്ന ഒരു പയ്യനുണ്ടായിരുന്നു, ABVPയുടെ ഒരു പയ്യനായിരുന്നു അവൻ. ആ പയ്യൻ അവന് കണ്ടിട്ട് സഹിച്ചില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ ഇത് മായ്ച്ചു കളഞ്ഞു. എന്നിട്ട് പോലീസ് വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു അവിടെ കുഴിമാടമൊന്നും ഇല്ലല്ലോ, വെറുതെ പറഞ്ഞല്ലേ നിങ്ങളെന്ന് എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞപ്പോൾ ആൾക്കാർ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ കാണിച്ചു കൊടുത്തു. അങ്ങനെ മനസ്സില്ലാ മനസ്സോടുകൂടിയാണ് അവര് കേസ് എടുത്തത്. പറഞ്ഞത് അതൊരു ആർട്ടിസ്റ്റിക് ഇൻസ്റ്റലേഷൻ. അതെ 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 അല്ലേ, അവരെ ന്യായീകരിക്കാനാണ് ശ്രമിച്ചത്. അതെ, അയാൾ മാത്രമാണ് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത്. അതുപോലെ വേറെ ആന്ധ്രയിലെ യൂണിവേഴ്സിറ്റിയുടെ എന്തോ അപ്പാറാവു എന്ന് പറയുന്ന പിന്നെ ഇയാളെ പിന്നെ വൈസ് ചാൻസലറെ പോലെയാണ് ഞാൻ പെരുമാറുന്നത്. അങ്ങനെ ഞാൻ എന്താ ചെയ്തതെന്ന് അയാൾക്ക് അറിയുള്ളൂ, എനിക്കറിയില്ല. ടീച്ചർ, അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി. സിറ്റിംഗ് MP വീണ്ടും ജനവിധി തേടുന്നു. ഇടതുമുന്നണി രംഗത്തിറക്കിയിരിക്കുന്നത് മന്ത്രിയെയാണ്, ദേവസ്വം മന്ത്രി, പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് കൈകാര്യം ദേവസ്വം ബോർഡ് മന്ത്രി. അതെ, എങ്ങനെ കാണുന്നു എതിരാളികളെ? ഞാൻ പിന്നെ അവരോട് എനിക്ക് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല. ഞാൻ അവരെ നേരിട്ട് രാധാകൃഷ്ണനെ കാണുന്ന കഴിഞ്ഞ ഒരു ദിവസമാണ്. മറ്റേ രമ്യ ഹരിദാസിനെ നേരിട്ട് ഞാൻ കണ്ടിട്ടില്ല. അവരെ പറ്റി എനിക്ക് പ്രത്യേകിച്ച് കുറ്റമൊന്നും പറയാനില്ല. ഞാൻ പിന്നെ ഒരു പക്ഷെ അവരുടെയൊക്കെ സ്ഥാനം വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആരും അല്ലായിരിക്കാം. അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അതെന്താ? അവരെക്കാളും വിദ്യാഭ്യാസമുള്ള, അത് മാത്രമല്ല ഇത്രയും 29 വർഷത്തെ അധ്യാപക ജീവിതം, ഇതെല്ലാം വലിയ മുതൽക്കൂട്ടല്ലേ? അവർക്കത് എടുത്തു പറയാനുണ്ടോ? അപ്പൊ ഈ 3 പേരെ തുലനം ചെയ്യുമ്പോൾ തട്ടുകു അവിടെ തന്നെയല്ലേ കൂടി നിൽക്കുന്നത്? അങ്ങനെയുള്ള ഇതൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ 2 കൂട്ടരെ പ്രതിനിധീകരിക്കുന്ന പാർട്ടി, രാഷ്ട്രീയ പാർട്ടിയെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അതില് ഇപ്പൊ നിങ്ങളിപ്പോ പറഞ്ഞു സിറ്റിംഗ് MP ആയിട്ടുള്ള ആളുടെ കാര്യം പറഞ്ഞു. സിറ്റിംഗ് MP എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ MP ആണല്ലോ. അപ്പൊ ആ MP-യെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഒരു എത്രയോ കോടികളുടെ അവിടെ മുടക്കി എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് നമുക്കിപ്പോ അറിയാം, ഒരു MP-ക്ക് ഒരു വർഷം കേന്ദ്രം കൊടുക്കുന്നത്, അവരുടെ സെന്ററിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന രൂപ എത്രയാണ്? അങ്ങനെ 5 വർഷം കൊടുക്കുന്നത്. അത് ഇവർ ഈ പറഞ്ഞിരിക്കുന്ന കോടികളിൽ അത് പെടില്ല. വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ പിന്നെ അതൊരു വലിയൊരു സ്റ്റണ്ടല്ലേ ആ പറഞ്ഞിരിക്കുന്നത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അത് അത്രയും തുക, ബാക്കി തുക മുഴുവനും കേന്ദ്രം ചെലവാക്കിയിട്ടുള്ള തുകയാണ് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അത് സ്വന്തം ക്രെഡിറ്റിലേക്ക് കൊണ്ടുവന്ന് അവര് ചെലവാക്കിയതാണെന്നും പറഞ്ഞിട്ട് അവര് ചോദിച്ചു മേടിച്ചാണെന്നാണ് പറഞ്ഞത്. അവരെന്തോ ചോദിച്ചു മേടിച്ച അവരവിടെ പോയിട്ട് സമരം ചെയ്യലും ബോയ്ക്കോട്ട് നടത്തലും പാട്ടുപാടലും ഒക്കെ മാത്രമല്ലേ ചെയ്തിട്ടുള്ളേ? എന്താണ് അവർക്ക് അവിടെ പോയി സംസാരിക്കാൻ പറ്റുമായിരുന്നത്? ഒന്നുമില്ല. അപ്പോൾ അത് മാത്രമല്ല, ഈ നമ്മുടെ ഇന്ത്യ ഏതാണ്ട് 65 കൊല്ലത്തോളം ഭരിച്ച ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണ് അവര്. എന്നിട്ട് ഇവിടെ എന്താണ് ഉണ്ടാക്കിയത്? എന്ത് ഡെവലപ്മെന്റ് ആണ് ഈ ഇന്ത്യയിൽ അവർ കൊണ്ടുവന്നത്? ഈ 65 കൊല്ലം എന്ന് പറയുന്നത് ഒരു ചില്ലറ കാലഘട്ടമൊന്നുമല്ല. ഒരാളുടെ പിന്നെ ലൈഫ് സ്പാനിന്റെ കാലഘട്ടമാണ്, ഒരു വ്യക്തിയുടെ, അല്ലെ? ഒരു ആവറേജ് നോക്കിയാല് അത്രയും കാലം ഇന്ത്യ ഭരിച്ച ഒരു കൂട്ടര്, ഇന്ത്യ എന്ന് പറയുന്നത് നമ്മൾ ഏത് ദാരിദ്ര്യാവസ്ഥയിലായിരുന്നോ അതേ അവസ്ഥയിൽ തന്നെ കൊണ്ടുപോവുക, ലോകത്തിന്റെ മുൻപിൽ വെറും ഒരു സീറോ ദരിദ്ര രാഷ്ട്രം, അതായിരുന്നില്ല നമ്മുടെ അഡ്രസ് എന്ന് പറയുന്നത്, അല്ലേ? ഈ കഴിഞ്ഞ 10 കൊല്ലത്തിന് മുമ്പ് വരെ നമ്മളുടെ അഡ്രസ് അതായിരുന്നു. നമുക്കറിയാം എന്താണ് ഈ ഇവിടെ നടത്തിയ ഡെവലപ്മെന്റ് എന്നുള്ളത്. ഒന്നുമില്ല. അവരൊക്കെ വലിയ വലിയ ആൾക്കാരായെന്നുള്ള അല്ലാതെ വേറെ ഒരു ഡെവലപ്മെന്റ് നടത്താത്ത ഒരു പാർട്ടിയുടെ പ്രതിനിധിയായിരുന്നു അവര്. അപ്പൊ അതേപോലെ ഒരാള് ഇനിയും വന്നാലും എന്താ ചെയ്യാൻ പറ്റുക? ഒന്നും ചെയ്യാൻ പറ്റില്ല.
അപ്പൊ അതിൽ നിന്ന് ഈ 10 കൊല്ലം കൊണ്ട് ഇന്ത്യയെ ഇത്രയും ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ട് വരാൻ പറ്റുന്ന ഒരു പ്രൈം മിനിസ്റ്ററാണ് ഇനി നമുക്ക് വരാൻ പോകുന്നത്. അപ്പൊ ആ വ്യക്തിയുടെ അടുത്ത് പോയിട്ട് ഇവർ എന്ത് ചെയ്യാനാണെന്നാണ് പറയുന്നത്? 65 കൊല്ലം അവർക്ക് അവസരം കിട്ടിയിട്ടില്ലേ? എന്നിട്ട് അവരെന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ല. ഇനിയും അത്രയൊക്കെ തന്നെ അവർ വന്നാൽ ചെയ്യാനായിട്ട് പോകുന്നുള്ളൂ. ഞാൻ അവരെ ഒന്നും കുറ്റം പറയുന്നില്ല. അവരുടെ പാർട്ടി അങ്ങനത്തതാണ്. അവരുടെ പാർട്ടി ഇപ്പൊ എന്താണ് എന്താ ഇപ്പൊ ഉള്ളത്? ഓരോരുത്തരും ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുകയല്ലേ. അപ്പൊ അതൊരു ശൂന്യമായിട്ട് തീരും. ഇപ്പൊ ഇന്നലെ വേറൊരാൾ പറയുന്നുണ്ടായിരുന്നു, ഇവര് അവകാശപ്പെടുന്നത് ഇനിയും നരേന്ദ്രമോദിജി പ്രധാനമന്ത്രി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ അവർ കത്തിക്കുമെന്ന് പറഞ്ഞെന്ന്. ആ കത്തിക്കട്ടെന്നേ, ഇന്ത്യ അവർ കത്തിക്കട്ടെ. അവര് കത്തിക്കുന്ന ഇന്ത്യ ഏതാണ്? INDIA എന്ന് പറയുന്ന അവരുടെ ഇന്ത്യ അവർ കത്തിക്കട്ടെന്നേ. അത് ആ മുന്നണി ഇനിയിപ്പോ ഇവിടെ ഉണ്ടാകാൻ പാടില്ല, ഉണ്ടായിട്ട് കാര്യമില്ല. അത് എല്ലാവരും ഈ രാജ്യത്തുള്ള ആൾക്കാർക്ക് ഒരുവിധം മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റേ നമ്മുടെ സിറ്റിംഗ് മന്ത്രി MLA പുള്ളി നല്ല മനുഷ്യനാണ്, ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല. പക്ഷേ പുള്ളിയുടെ പാർട്ടി, രണ്ടും പ്രശ്നം അവിടെയാണ്. അദ്ദേഹത്തിന്റെ പാർട്ടി ഇപ്പൊ ഇവിടെ ഏതാണ്ട് ഒരു 7 കൊല്ലം 7.5-8 കൊല്ലത്തോളം ആയില്ലേ ഭരിക്കാൻ തുടങ്ങിയിട്ട്. അത് ഇത്രയും കൊല്ലം കൊണ്ട് നമ്മുടെ കേരളം എങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത്? പടുകുഴിയിലേക്ക്, ദാരിദ്ര്യത്തിലേക്ക്. ഒരു സാമൂഹ്യ പെൻഷൻ പോലും കൊടുക്കാനായിട്ട് നിവൃത്തിയില്ലാത്ത അവസ്ഥയിലേക്ക് ഇവിടെ കൊണ്ടെത്തിച്ചു. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ ഒരു അമ്മച്ചി നമുക്കറിയാം വിഷയാചിക്കാൻ പോയി, അവർക്ക് മരുന്ന് വാങ്ങിക്കാൻ കാശ്, ഒന്നിനും കാശില്ലാതെ. അപ്പൊ അങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മൾ പിന്നീട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരുപാട് ആൾക്കാരും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാനിവിടെ പല സ്ഥലത്തും പോയപ്പോഴും ഇതുപോലെ പൈസ ഒന്നും കിട്ടുന്നില്ല, പെൻഷൻ കിട്ടുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിലേക്ക് നമ്മുടെ ഈ കേരളത്തിനെ തരം താഴ്ത്തി കൊണ്ടുപോയിട്ടുള്ള ഒരു കൂട്ടര്, അവരുടെ കേസ് വീർപ്പിക്കൽ മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഇവിടെ ജനക്ഷേമം എന്താണ്, ഇതൊന്നും അവർക്കൊരു വിഷയമേ അല്ല. എന്ത് പണി ചെയ്തിട്ടാണ് അതിനകത്ത് ചില ആൾക്കാർ വലിയ വലിയ കോടിക്കണക്കിന് കോടികളുടെ സ്വത്തുണ്ടാക്കിയത്? ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഴുവനും കൊള്ള. ഇവിടുത്തെ ആൾക്കാർ ഇവിടെ എന്തെങ്കിലും ഒരു ബിസിനസ് വരാനോ എന്തെങ്കിലും ഇവിടെ ഒരു സംരംഭം തുടങ്ങാനായിട്ട് സമ്മതിക്കത്തില്ല. പിന്നെ ഇവിടെ എങ്ങനെയാണ് ഇവിടെ ഡെവലപ്മെന്റ് ഉണ്ടാകുക? ഇവിടെ ആൾക്കാർക്ക് എവിടെ തൊഴിൽ കൊടുക്കാൻ പറ്റുക? ആൾക്കാർ ചെറുപ്പക്കാരൊക്കെ ഇപ്പം പുറത്തേക്ക് പോവുകയാണ്, ഇവിടെ നിന്നിട്ട് രക്ഷയില്ല. അപ്പൊ ഇതൊക്കെ ഇവരിവിടെ ഭരിച്ചു കഴിഞ്ഞാൽ ഇനിയും ഇതുപോലെ തന്നെയുള്ള അവസരം, നേരത്തെ പറഞ്ഞ പോലെയുള്ള പടുകുഴിയിലേക്ക് നമ്മൾ പോകല്ലാതെ അതിനൊരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ ഇവിടുന്ന് ഇപ്പൊ കേരളത്തിൽ മാത്രമല്ലേ ഉള്ളൂ, 35 കൊല്ലം ഭരിച്ച ബംഗാളിലെ ആൾക്കാർ ഇപ്പം നമ്മുടെ ഇവിടെ വന്നിട്ടാണ് പണിയെടുത്ത് ഭക്ഷണം കഴിക്കുന്നത്. 35 കൊല്ലം ചെറിയ കാലഘട്ടമല്ല. അതേപോലെ ഈ 2 കൂട്ടർ ഇവിടെ മാറി മാറി നമ്മുടെ കേരളം ഭരിച്ചിട്ടുണ്ട്. എന്ത് വ്യത്യാസമാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്? ഏതെങ്കിലും ഒരു സ്ഥാപനം ഇവിടെ തുടങ്ങണമെന്ന് പറഞ്ഞ് ആരെങ്കിലും വരുമോ? ഒക്കെ വാളയാറിനപ്പുറത്തേക്ക് കൊണ്ടുപോകും അല്ലേ? ഇവിടെ വരില്ല. ഇവിടെ വന്നാൽ 4ാമത്തെ ദിവസം അത് ഇവര് പൂട്ടിക്കും, ഇവരുടെ സംഘടനക്കാർ പൂട്ടിക്കും. അതാണ് ചെയ്യുന്നത്. എന്നാൽ ആർക്കെങ്കിലും ഒരു തൊഴില്, ജീവിക്കാൻ ഒരു മാർഗം ആണല്ലോ, അതെന്നുള്ള പരിഗണന പോലും കൊടുക്കാതെയാണ് അവർ ഈ പൂട്ടിക്കലും ഇവിടെ കൊണ്ടുവരാതിരിക്കലും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു കൂട്ടര് നമുക്ക് എന്തിനാണെന്ന് ഇപ്പൊ ഇവരിങ്ങനെയൊക്കെ കള്ളത്തരങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ട് കൂടെ നിർത്തുകയാണ്. കള്ളത്തരമാണ് പറയുന്നത്. പിന്നെ കൊലപാതക രാഷ്ട്രീയം അത് വേറെ, അത് SFIയുടെ കൊലപാതക രാഷ്ട്രീയം, പാർട്ടിയുടെ കൊലപാതക രാഷ്ട്രീയം എല്ലാം അവര് ഇങ്ങനെ യാത്ര പോയി തിന്ന് തീർക്കുക, അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവനവന്റെ പോക്കറ്റിലേക്ക് കൊണ്ടുപോകുക എന്നുള്ള അല്ലാതെ ഈ നാടിന് ഒരു വികസനവും അവർ കൊണ്ടുവരുമെന്നുള്ളത് അതൊക്കെ നമ്മൾ കുറച്ചൊക്കെ എനിക്ക് തോന്നുന്നത് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. പലരും അത് പറയുന്നുണ്ട്. നമുക്കിപ്പം ആലത്തൂരിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം. അതൊന്നും ഞാൻ എടുത്തന്നെയും പറയുന്നില്ല. അപ്പൊ ആലത്തൂർ മണ്ഡലത്തിലെ വോട്ടർമാർ ഇതൊക്കെ തിരിച്ചറിയട്ടെ. ടീച്ചർക്ക് വിജയാശംസകൾ നേരുന്നു. താങ്ക് യു. വളരെയധികം നന്ദി മറുപടിയിൽ പങ്കെടുത്തതാണ്.